റോബിൻ രാധാകൃഷ്ണൻ അബിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയമാണല്ലോ. ഇരുവരും തമ്മിൽ കുറെ ഫൈനാൻഷ്യൽ ഡീലൊക്കെ നടത്തിയിട്ടുണ്ട്. റോബിനെതിരെ ഒരുപാട് അലിഗേഷൻസ് അബിൽ ന്യൂസ് ചാനൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ചർച്ചയായ വിഷയം എന്താണെന്ന് വെച്ചാൽ റോബിന്റെ ഭാര്യ ആരതിയെ അനാവശ്യമായിട്ട് ഇവിടെ വലിച്ചഴിച്ചു. റോബിൻ അതിനെതിരെ ഒരു റിയാക്ഷൻ വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞൊരു കാര്യം അബിൽ സ്വന്തം ഭാര്യയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ചാറ്റ് കാണിക്കാം. സോ ഈ ഒരു ചാറ്റ് എന്ന് പറഞ്ഞാൽ ഞാനും അഭിദേവും തമ്മിലുള്ള ചാറ്റാണ്. സോ എനിക്ക് വേണ്ടി ഫണ്ട് ആവശ്യപ്പെടുന്ന സമയത്ത് എൻ്റെ വൈഫിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണമെന്ന് അഭിദേവ് ആവശ്യപ്പെടുന്നു. അപ്പൊ ഞാൻ ബൊട്ടീക്കിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് പുള്ളിക്കാൻ അയച്ചു കൊടുക്കുന്നു. അത് പോരാ, എൻ്റെ വൈഫിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, പേഴ്സണൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണമെന്ന് പുള്ളിക്കാൻ ആവശ്യപ്പെടുന്നു. അത് പ്രകാരം എൻ്റെ വൈഫിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ അഭിദേവിന് അയച്ചു കൊടുക്കുന്ന ചാറ്റാണ് ഈ കാണുന്നത്. അപ്പൊ അതിലേക്കാണ് പുള്ളിക്കാരൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത്. എൻ്റെ വൈഫ് അത് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് വേണമെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചു തരാം. കേട്ടില്ലേ? അബിലിന്റെ നിർദ്ദേശപ്രകാരം ഭാര്യയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് റോബിൻ അയച്ചു കൊടുത്തു. പണം അതിൽ ലഭിച്ച ഉടനെ തന്നെ ഭാര്യ തനിക്ക് അയച്ചു കൊടുത്തു എന്നും അല്ലാതെ ഭാര്യയുടെ ബിസിനസ് ആവശ്യങ്ങൾക്കോ പേഴ്സണൽ ആവശ്യങ്ങൾക്കോ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് റോബിൻ പറഞ്ഞത്. പിന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, ന്യൂസിൽ വന്നിങ്ങനെ അലിഗേഷൻസ് പറഞ്ഞ് മറ്റുള്ളവർക്ക് ആഘോഷിക്കാനുള്ള ഒരു വകയാക്കി കൊടുക്കണോ എന്നാണ് റോബിൻ ചോദിച്ചത്. റോബിൻ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ പറഞ്ഞ അലിഗേഷൻസ് സത്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരൂ, അവിടെ വെച്ച് സത്യം തെളിയുമല്ലോ. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം 100% സത്യമായിട്ടാണ്. കാരണം നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിയമത്തിനെ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. റോബിൻ ഇട്ട റിയാക്ഷൻ വീഡിയോയുടെ അടിയിൽ ഭാര്യ ആരതി വന്നിട്ട് കമന്റ് ഇട്ടിരുന്നു. ഫുൾ ഇംഗ്ലീഷിലാണ്. എന്തായാലും ഞാൻ മലയാളത്തിൽ വായിച്ച് ചുരുക്കി പറഞ്ഞു തരാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം വ്യക്തമാക്കട്ടെ. ഈ സംഭവം നടക്കുന്നത് അബിലിന്റെ റോബിന്റെ ഇടയിലാണ്. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ പരിഹരിച്ചോളും. വെറുതെ എന്നെയോ അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡിനെയോ അനാവശ്യമായിട്ട് വലിച്ചഴക്കരുത്. ലക്ഷ്മി മനഃപൂർവ്വം എൻ്റെ കണ്ടന്റൊക്കെ ഉപയോഗിച്ച് എന്നെ ഈ സിറ്റുവേഷനിലേക്ക് വലിച്ചഴച്ചു. പക്ഷെ ഞാൻ മൗനം പാലിക്കില്ല. കാരണം എൻ്റെ പേരും എൻ്റെ ബ്രാൻഡ് നെയിമും ഉപയോഗിച്ച് തെറ്റായ സന്ദേശം കൊടുത്തു. ഇതിനെതിരെ നിയമപരമായ നടപടിയെടുക്കും. ഡീഫോമേഷൻ, അതായത് വ്യക്തിഹത്യക്കെതിരെ കേസ് കൊടുക്കും, ആരൊക്കെ ഉത്തരവാദിയായാലും. എൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഹാർഡ് വർക്ക് അല്ല, വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ബ്രാൻഡ് ഇന്ന് ഈ നിലയിലെത്തിയത്. അപ്പോൾ അതാരെങ്കിലും തകർക്കാൻ നോക്കിയാൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടത് എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. കേട്ടില്ലേ? ഈ വിഷയത്തിൽ എന്നെ അനാവശ്യമായിട്ട് വലിച്ചഴക്കരുത്. ഇത് റോബിനും അബിലും തമ്മിലുള്ള വിഷയമാണ്. അവർ തമ്മിൽ പരിഹരിച്ചോളും. വെറുതെ എന്നെയും എൻ്റെ ബ്രാൻഡ് നെയിമും ഉപയോഗിച്ച് സമൂഹത്തിൽ മോശമായ സന്ദേശം കൊടുക്കരുത് എന്നാണ് ആരതി പറഞ്ഞത്. എനിക്ക് ആരതിനോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നിയമപരമായിട്ട് നീങ്ങണം. കാരണം നിങ്ങൾക്കെതിരെ ഒരു അലിഗേഷൻ വരുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ ബിസിനസ്സിനെയും അത് ബാധിക്കും എന്നതാണ് സത്യാവസ്ഥ. അങ്ങനെ ബാധിക്കാതിരിക്കണമെങ്കിൽ സത്യം പുറത്തു വരണം. എന്തായാലും നിങ്ങൾക്ക് ഈ വിഷയം കേട്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.